ഇപ്പോൾ ഈ ശോഭ സിറ്റി യൂണിറ്റിൽ വൈഭവം കൽപ്പത്തൂരിൽ നമ്മുടെ വൈഡ് വെറൈറ്റി ഓഫ് ഐറ്റംസ്. ഇപ്പോൾ സാധാരണ ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ പോകുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ദോശ, വട, ഇഡ്ഡലി, സദ്യ, പിന്നെ മേ ബി അഡീഷണൽ കുറച്ച് ഒരു പനീർ ബട്ടർ മസാലയോ റൊട്ടി, പൊറോട്ട, കുറച്ച് ഐറ്റംസ്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ വൈഭവം കൽപ്പത്തൂരിൽ അതൊരു വളരെയധികം വൈഡ് വെറൈറ്റി ഐറ്റംസാണ്. സാധാരണ എൻ്റെ ഒരു അറിവിൽ ഞാൻ സാധാരണ ഇവിടെ തൃശ്ശൂർ എവിടെയും ഏത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും കാണാത്ത പല ഐറ്റംസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതൊക്കെ കസ്റ്റമേഴ്സിനായിട്ടിൽ നല്ല ഒരു റെസ്പോൺസ് ആയിട്ടുണ്ട്. പിന്നെ തന്തൂരി പ്ലാറ്റർ, തന്തൂർ ഐറ്റംസും പല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മെനുവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ അത് പ്രിഫർ ചെയ്തിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ എൻ്റെ ഒരു അറിവിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അത് നമ്മളിതൊരു ചാലഞ്ചായി എടുത്തു. അത് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെനു ആവണം. പിന്നെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് വീണ്ടും വീണ്ടും വന്നിട്ട് കഴിക്കാൻ തോന്നണം. അപ്പോൾ ഇതെല്ലാം കൂടിയും ഒരുമിക്കുമ്പോഴാണ് ആ ഒരു റിപ്പീറ്റഡ് കസ്റ്റമർ ബേസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. പിന്നെ ഫൈനലി നമ്മുടെ സെർവ് ചെയ്യുന്ന ടീമായാലും പിന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ രീതിയും. സോ ഇതും കൂടി ആകുമ്പോൾ പിന്നെ കസ്റ്റമേഴ്സ് 100% വീണ്ടും വീണ്ടും വരാൻ അവർക്ക് തോന്നും. അതേപോലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ വന്ന കസ്റ്റമേഴ്സ് ഏകദേശം ഒരു 10-20 തവണ നമുക്ക് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് അവർ വീണ്ടും വീണ്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആയിട്ട് മാറാറുണ്ട്.